വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. കാര്യത്തിലേക്ക് കടക്കും മുമ്പ് ഒരു കഥ പറയേണ്ടി വരും, ഒരു പഴങ്കഥ. ക്ഷേത്രത്തെ കാണിച്ച് അന്യത്തെ കല്യാണം കഴിക്കുന്ന പോലെയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM ചെയ്തത്. മുഖ്യമന്ത്രിയാകുമെന്ന് അച്യുതാനന്ദനെ കാണിച്ചു, അന്യത്തെ ക്ഷേത്രത്തെ കാണിച്ച് അന്യത്തെ കല്യാണം കഴിച്ച പോലെ ആയിപ്പോയി. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ എന്ന് വെച്ച് ആ ചേട്ടത്തി നെടുവീർപ്പും കണ്ണീരുമായി അകത്തൊടിഞ്ഞുകുത്തിയിരിക്കുകയൊന്നുമല്ല കേട്ടോ. പുറത്തിറങ്ങി നടക്കുന്നുണ്ട്, നാവെടുത്ത് സംസാരിക്കുന്നുമുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും പ്രകടന പത്രികയിലൂടെ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ എത്രമാത്രം പാലിക്കപ്പെടുന്നു എന്ന് ഒരന്വേഷണത്തിന് ഈ സംഘടന ലക്ഷ്യമിടുന്നു എന്നത് തോന്നുന്നു. വോട്ടേഴ്സ് അലയൻസ് എന്ന സംഘടനയാണ് പ്രകടന പത്രികകൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനായി VS അച്യുതാനന്ദനെ വിളിച്ചു കൊണ്ടുവന്നത്. അതിന് ഇത്രത്തോളം അനുയോജ്യനായ ഒരാൾ വേറെ ഇല്ലല്ലോ. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകടന പത്രികയിലും അല്ലാതെയും എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് നൽകിയിട്ടുള്ളത് എന്ന് ഇത്ര അടുത്തറിയുന്ന ഒരാൾ വേറെ ഇല്ലല്ലോ. പ്രകടന പത്രികകൾ തുറന്നു പറയാത്ത കുറേയേറെ കാര്യങ്ങൾ ഉണ്ട്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അതത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിലപാടുകൾക്ക് അനുകൂലമായ നടപടികൾ നടപ്പിലാക്കാനായിരിക്കും അവർ ശ്രമിക്കുക. ഞാനിതിലൊരു വിവാദത്തിന് വേണ്ടി പറയുന്നതല്ല. പ്രകടന പത്രികയിൽ പറയാത്ത കാര്യങ്ങൾ എന്നാൽ അതിൽ മുന്നണി ജയിച്ചു വന്നാൽ മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന കാര്യവും പെടുമല്ലോ. അതുകൊണ്ടായിരിക്കാം ഇതൊരു വിവാദത്തിന് വേണ്ടി പറയുന്നതല്ല എന്ന് VS എടുത്തു പറയുന്നത്. ഏതായാലും ഒന്നുറപ്പായേ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളും കാണും, പറയാത്ത കാര്യങ്ങളും കാണും. പ്രകടന പത്രികയിൽ പറഞ്ഞ ഇനങ്ങൾക്കിടയിൽ പറയാത്ത ഇനങ്ങളുമുണ്ട് എന്നും അതാണോ നടപ്പിലാക്കപ്പെടുന്നത് എന്നതുകൂടി കണക്കിലെടുത്ത് വേണം ഒരു സർക്കാരിനെ വിലയിരുത്താൻ. അങ്ങനെയാവുമ്പോൾ സർക്കാരിനെ നയിക്കുന്നയാൾ, അതായത് മുഖ്യമന്ത്രി, അതിന് തയ്യാറെടുക്കുമ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നതും ഓർത്തു വെക്കണമല്ലോ. അഴിമതി രഹിത ഭരണം ആണെന്നല്ലോ നിങ്ങളുടെ മേജർ ക്യാമ്പയിൻ. ഈ അഴിമതി രാഷ്ട്രീയക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല, ഉദ്യോഗസ്ഥരും കൂടെ ഇതിൽ പങ്ക് ചേർന്നെങ്കിലേ പറ്റുള്ളൂ. ഇതിന് എന്തെങ്കിലും പുതിയ എന്തെങ്കിലും സംവിധാനം കാണും? അതൊന്നും പിന്നീട് പറയുന്നതാണ് കൂടുതൽ ഉത്തമം. അഴിമതി എന്ന് പറയുമ്പോൾ എല്ലാ തലങ്ങളിലുമുള്ള അഴിമതിയാണ്. ഇപ്പോൾ ഞാൻ നാളെ മുഖ്യമന്ത്രിയാകും. അങ്ങനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത ആളാണെന്നും പറഞ്ഞ് ചിലർ രംഗപ്രവേശം ചെയ്താൽ അതും ഒരു അഴിമതിയുടെ രീതിയാണ്. ചില പുള്ളിക്കാരങ്ങനെ നടക്കുന്നുണ്ടെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസായിട്ട് പറയുന്നത്. ആ നടക്കുന്നവർക്കും എൻ്റെ രീതി അറിയില്ലായിരിക്കും, ചെന്ന് ബന്ധപ്പെടുന്നവർക്കും ചിലപ്പോൾ അറിയാൻ വഴിയില്ലായിരിക്കും. മന്ത്രിസഭ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം പിണറായിയുടെ അടുത്തയാളായി കണ്ടതും അറിയപ്പെട്ടതും EP ജയരാജനാണ്. മന്ത്രിസഭയിലെ രണ്ടാമൻ ജയരാജനാണ് എന്ന് തോന്നിക്കും വിധം അത്രയും അടുത്തായിരുന്നു ആ ഇരിപ്പ്. പക്ഷേ അതൊന്നുമല്ല പിണറായി അപ്പോൾ ഉദ്ദേശിച്ചത്. ഞാൻ കേട്ടത് ഇപ്പോൾ അടുത്ത ദിവസം കേട്ടൊരു കാര്യം, ഒരാൾ ഹൈദരാബാദ് പോയി. അപ്പോൾ അയാളുടെ സുഹൃത്തിനോട് പറയുകയാണ്, ഇപ്പം ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നുള്ളൂ, അയാൾ പറഞ്ഞതാണ് ഞാൻ പറയുന്നത്, അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോയതാണ്. അത്തരൊരു അപ്പോൾ ഈ ആരോടാണോ പറഞ്ഞത് അദ്ദേഹത്തിന് എന്നെ അറിയാം, അത് ഇതുണ്ടാവില്ല എന്നും അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ പറഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ. പറഞ്ഞയാളെ ഞാൻ പറയുന്നില്ല, പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇമാതിരി കുറേ അവതാരങ്ങളുണ്ടാവും. അത്തരം അവതാരങ്ങളെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് നിൽക്കേണ്ടതായിട്ടുണ്ട്. അത് എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. എനിക്കും ബാധകമായിട്ടുള്ളതാണ്, എല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ്. അത്തരം കാര്യങ്ങളടക്കം ശ്രദ്ധിക്കുന്ന ഒരു മന്ത്രിസഭയായിരിക്കും ഈ മന്ത്രിസഭ. അത്തരം കാര്യങ്ങൾ പോലും, അഥവാ അവതാരങ്ങളുടെ മായാജാലങ്ങൾ പോലും ശ്രദ്ധിക്കുന്നൊരു മന്ത്രിസഭയായിരിക്കുമെങ്കിൽ പിന്നെ ആകെപ്പാടെ സംശയമുള്ളത് ഒരൊറ്റ കാര്യത്തിലായിരുന്നു, സ്റ്റാഫിനെ കുറിച്ച്, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ കുറിച്ച്. അതും അന്നു തന്നെ ഉന്നയിക്കപ്പെട്ടതാണ്.
ആ ഇത്തരം കാര്യങ്ങളിൽ സ്റ്റാഫ് എപ്പോഴും മന്ത്രിമാരെ പോലെ തന്നെ പ്രാപ്തരായവരായിരിക്കണമല്ലോ. അവർ കറകളഞ്ഞവരായിരിക്കണം, പരിശുദ്ധിയുള്ളവരായിരിക്കണം, അഴിമതിക്ക് വിധേയരാകുന്നവരാകരുത്. അതൊക്കെ എപ്പോഴും നോക്കുന്ന കാര്യം തന്നെയാണ്. മന്ത്രിമാരുടെ സ്റ്റാഫ് അംഗങ്ങൾ മന്ത്രിമാരെ പോലെ തന്നെ പ്രാപ്തരും കറകളഞ്ഞവരും അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തവരും പരിശുദ്ധരുമായിരിക്കണമെങ്കിൽ ഇതേ മന്ത്രിമാർ വളർന്ന അതേ കുടുംബത്തിൽ വളർന്നവരായിരിക്കേണ്ടേ? പാർട്ടി കുടുംബത്തിൽ തന്നെ വളർന്നവരായിരിക്കേണ്ടേ? അതല്ലേ അതിൻ്റെ ന്യായം? എന്നിട്ടും പക്ഷേ വിജയേട്ടൻ അന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ. എന്തെങ്കിലും നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ശ്രദ്ധയിൽപ്പെടുത്താനും മടിക്കണ്ട. ആരും മടിക്കുന്നില്ല. ശ്രദ്ധയിൽപ്പെട്ടവരെല്ലാം അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വിജിലൻസിന്റെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ടത്രേ. EP ജയരാജൻ നിയമനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരി പുത്രൻ PK ശ്രീമതി MP മകൻ രാജേഷ് നമ്പ്യാരെ, KELന്റെ ചെയർമാൻ സുധീർ നമ്പ്യാരെ MD ആയി നിയമിച്ചു. ആനത്തര വട്ടം ആനന്ദന്റെ മകനെ MD ആയി നിയമിച്ചു. കോലിയക്കോട് ഈശ്വരനാഥന്റെ മകനെ MD ആയി നിയമിച്ചു. അദ്ദേഹത്തിന്റെ മറ്റൊരു ബന്ധുവിനെ കണ്ണൂർ ക്ലേ ഫാക്ടറിയിൽ MD ആയി നിയമിച്ചു. ഇതാണോ LDF വന്നാൽ എല്ലാം ശരിയാകുന്നത്? ബന്ധുക്കാരെയും സ്വന്തക്കാരെയും മാനേജിംഗ് ഡയറക്ടറാക്കാൻ വേണ്ടിയാണോ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്? ആ ചോദ്യത്തിനെല്ലാം ജയരാജേട്ടന് മറുപടി ഉണ്ടായിരുന്നു. കനത്ത മറുപടി. അദ്ദേഹത്തെ പോലെ തന്നെ കനത്ത മറുപടി. പ്രതിപക്ഷം പ്രതിപക്ഷമാകണം. ഇടതുപക്ഷം നിർവഹിക്കുന്ന ഭരണകാര്യങ്ങളിൽ എന്തെങ്കിലും പോരായ്മകളും വീഴ്ചകളും ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഞങ്ങൾ മനുഷ്യരാണ്. ആ ബോധത്തോടുകൂടി തന്നെ എല്ലാ പ്രശ്നങ്ങളെയും സമീപിക്കും. അങ്ങനെ സമീപിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ ശരിയും ഐശ്വര്യ സമ്പുഷ്ടവും ജനക്ഷേമകരവുമായ ഒരു ഭരണം കേരളത്തിന് കാഴ്ചവെക്കും. പ്രതിപക്ഷം മാത്രമല്ല പ്രതിപക്ഷമായത്, ഭരണപരിഷ്കാര കമ്മീഷൻ പോലും പ്രതിപക്ഷമായി. അദ്ദേഹത്തിനും ജയരാജേട്ടന്റെ കുടുംബക്കാരെ ഇഷ്ടമല്ലത്രേ. അതേ സംബന്ധിച്ച് ഗവൺമെൻറ് ഗൗരവമായി അന്വേഷിച്ച് കുറ്റവാളികൾക്ക് എതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ സർക്കാരിന്റെ പ്രതിച്ഛായക്ക് അത് മോശമായോ? സർക്കാരിന്റെ പ്രതിച്ഛായക്ക് മോശം ഉണ്ടാക്കിയിട്ടുണ്ടോ? സംശയമില്ല. പിണറായി സർക്കാരിന്റെ പ്രതിച്ഛായ മോശമായി എന്ന കാര്യത്തിൽ VS അച്യുതാനന്ദന് പോലും സംശയമില്ലാത്തതിനാൽ പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നിട്ട് ആ പ്രതിച്ഛായ ഒന്ന് നന്നാക്കിയെടുക്കാൻ നോക്കാം. ഏതായാലും ഒരു കാര്യം പൊളിമിക്സിന് ഉറപ്പാണ്, ഇതുകൊണ്ടൊന്നും ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായ തകരില്ല. ഇതിനെ നയിക്കുന്നത് പിണറായി വിജയനാണ്. അദ്ദേഹം വാക്കുപാലിക്കുന്നയാളാണ്. ഇതേവരെ പറഞ്ഞിട്ടുള്ള എല്ലാ വാക്കുകളും പാലിച്ചിട്ടുണ്ട്, ഇതും പാലിക്കും. എന്താണോ പറഞ്ഞത് ആ പറഞ്ഞത് അതേപോലെ പാലിച്ചിട്ടുണ്ട്. ഒരു കാര്യം, അങ്ങനെ വാക്കുമാറുന്ന ശീലം പണ്ടേയില്ല, ഇപ്പോഴും അത് ഉണ്ടായിട്ടില്ല. എന്താണ് പറഞ്ഞത് എന്ന് ഓർക്കുന്നില്ലേ? ഇതാണ് പറഞ്ഞത്. എൻ്റെ അടുത്ത ആളാണെന്നും പറഞ്ഞ് ചിലർ രംഗപ്രവേശം ചെയ്താൽ അതും ഒരു അഴിമതിയുടെ രീതിയാണ്. ചില പുള്ളിക്കാരങ്ങനെ നടക്കുന്നുണ്ടെന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുന്നത്. ആ നടക്കുന്നവർക്കും എൻ്റെ രീതി അറിയില്ലായിരിക്കും, ചെന്ന് ബന്ധപ്പെടുന്നവർക്കും ചിലപ്പോൾ അറിയാൻ വഴിയില്ലായിരിക്കും. തീർച്ചയായും വിജയേട്ടൻ്റെ ശൈലി അറിയാഞ്ഞിട്ടാണ് ജയരാജേട്ടൻ ഇത് ചെയ്തത് എന്ന് പൊളിമിക്സിനറിയാം. പക്ഷേ അതറിയാത്തവരുണ്ട്, അഥവാ അറിഞ്ഞിട്ടും അങ്ങനെ വിശ്വസിക്കാത്തവരുണ്ട്. ഈ നിയമനങ്ങൾ എല്ലാം നടന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണ്. അല്ലാണ്ടൊന്നും ആർക്കും ചെയ്യാൻ കഴിയില്ല. സംസ്ഥാനത്ത് ഇത്രയും പ്രധാനപ്പെട്ട നിയമനങ്ങൾ നടക്കുമ്പോൾ മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് വെറും കാപട്യമാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പാർട്ടിയും അറിഞ്ഞ് നടത്തിയിട്ടുള്ള ഒരു വലിയ അഴിമതിയാണ്. അതുകൊണ്ട് ഇത് മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് ആളുകളെ കളിപ്പിക്കലാണ്. അതൊന്നും ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. പച്ചക്കള്ളം മെനയല് അതൊരു ഞങ്ങളുടെ അവകാശത്തിൽപ്പെട്ടതാണ് എന്ന് ആരും ധരിച്ചേക്കരുത് എന്ന് മാത്രമേ അവരോട് എനിക്ക് സ്നേഹബുദ്ധിയ ഉപദേശിക്കാനുള്ളൂ.
വിജയേട്ടൻ അറിഞ്ഞുകൊണ്ടാണ് ജയരാജേട്ടൻ ഈ നിയമനം നടത്തിയത് എന്നത് പച്ചക്കള്ളമാണ്. പൊളിമിക്സ് വിശ്വസിക്കില്ല. വേറെ വല്ലതും ഉണ്ടെങ്കിൽ പറ. ഭരണഘടനാ ലംഘനമാണ്. ഭരണഘടനയ്ക്കനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളൊരു മന്ത്രി ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതാണ് ഞാൻ സത്യപ്രതിജ്ഞയുടെ ലംഘനമാണ് എന്ന് പറയാനുള്ള കാരണം. അങ്ങനെയാണെങ്കിൽ ആ സത്യപ്രതിജ്ഞ എന്തായിരുന്നു എന്നതും ഓർത്തിരിക്കണമല്ലോ. മന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമെല്ലാം പ്രതിജ്ഞയുടെ വാചകങ്ങൾ ഒന്നുതന്നെയാണ്. പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവുമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. പക്ഷപാതമോ പ്രീതിയോ കൂടാതെ എല്ലാവർക്കും നീതി കിട്ടും വിധം കാര്യങ്ങൾ ചെയ്യുമെന്ന വാചകത്തിൻ്റെ ലംഘനമാണ് ഇ പി ജയരാജൻ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ബന്ധുക്കളോട് പക്ഷപാതം കാണിച്ചു. അവരെ പ്രീതിപ്പെടുത്താനായി അവർക്ക് വേണ്ടി മാത്രമായി കാര്യങ്ങൾ ചെയ്തു. അക്ഷരാർത്ഥത്തിൽ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് വ്യവസായ മന്ത്രി ഇ പി ജയരാജനെ തലസ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ തയ്യാറാകണം. അതാണ് അഭികാമ്യമായിട്ടുള്ളത്. പറയട്ടെ. ഇല്ല ഇപ്പൊ ഒരു ക്ലാരിഫിക്കേഷൻ എല്ലാം പറയട്ടെ. ഒരു എല്ലാം വരട്ടെ, അപ്പൊ പറയും. ഒരു പ്രശ്നമൊന്നുമില്ല, പറയേണ്ടവരെല്ലാം പറയട്ടെ, തോന്നിയ പോലെ പറയട്ടെ. ഈ പറഞ്ഞ പലരെ എനിക്ക് അറിയുന്നില്ല കേട്ടാ. അങ്ങനെ ഒരാൾ തന്നെ ഉണ്ടോന്ന് സംശയം. പറഞ്ഞവരിൽ പലരെയും അറിയില്ലെങ്കിലും പറഞ്ഞതിൽ പലതും അറിയാതിരിക്കാൻ വഴിയില്ല. 1988 പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അഴിമതി നിരോധന വകുപ്പ് അഴിമതി നിരോധന നിയമപ്രകാരം 13(1)(d)(3) വകുപ്പ് പ്രകാരം അദ്ദേഹം തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും പെക്യൂണിയറി ബെനിഫിറ്റ് ഉണ്ടാകാൻ വേണ്ടി പൊതു താൽപര്യത്തെ ഹനിച്ചുകൊണ്ട് നടത്തിയ നിയമനങ്ങൾ അഴിമതിയാണ്, സ്വജനപക്ഷപാതമാണ്, നെപ്പോട്ടിസം എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണത്. ബന്ധുക്കൾക്ക് സ്വന്തക്കാർക്കും വേണ്ടി വഴിവിട്ടുള്ള ഫേവറാണ്. ആ ആനുകൂല്യം കൊടുത്തതിന്റെ പേരിൽ അഴിമതി നിരോധന വകുപ്പ് 1988 അഴിമതി നിരോധന വകുപ്പിന്റെ 15-ാം സെക്ഷൻ അനുസരിച്ച് 3 വർഷത്തെ തടവ് ഉൾപ്പെടെയുള്ള സെക്ഷൻ 15 അനുസരിച്ച് 3 വർഷത്തെ തടവ് വരെ കിട്ടാവുന്ന കുറ്റമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ക്രിമിനൽ കോണ്ടക്റ്റിന് കേസെടുത്ത് ജയരാജന്റെ പേരിൽ കേസെടുത്ത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിജിലൻസ് ഡയറക്ടർക്ക് ഞാൻ പരാതി കൊടുത്തത്. അതാണ് കേസ്. അതുകൊണ്ടാണ് ചില വക്കീലന്മാർ ഇങ്ങനെ വാദിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള കുറുക്കു വഴിയിലൂടെ ഈ സ്ഥാനത്ത് അദ്ദേഹത്തെ നിലനിർത്താൻ ആര് ശ്രമിച്ചാലും അത് ആരും അംഗീകരിക്കില്ല, പൊതുസമൂഹം അതിനെ അംഗീകരിക്കില്ല. അതുകൊണ്ട് എത്രയും വേഗത്തിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. അത് UDF-ന്റെ നേതാക്കന്മാർ പറയുന്ന കാര്യമാണല്ലോ. UDF അല്ല LDF, കോൺഗ്രസ് അല്ല CPI. ഒരു സംശയമില്ല, ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ ഗൗരവമുള്ള പ്രശ്നങ്ങളാണ്. ആ ഗൗരവമുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്യും, ഉചിതമായ തീരുമാനം എടുക്കുകയും ചെയ്യും. കൂട്ടായി ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കും എന്ന് പറഞ്ഞത് പിണറായി സഖാവ് ആയതുകൊണ്ട് ഒന്നും സംശയിക്കാനില്ല. പക്ഷേ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുണ്ട്. മുൻപ് ഭരണത്തിലിരുന്നപ്പോൾ, മുൻപ് മന്ത്രിയായിരുന്നപ്പോൾ ഇങ്ങനെയെല്ലാം നിയമനം നടത്തിയത് പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്ന് ഒരാൾ അവകാശപ്പെട്ട കാര്യം.
ഇപ്പോൾ കുറേ കോൺട്രവേഴ്സി ആയിട്ട് വരുന്നു. ഇന്നിപ്പോൾ PKC വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് നേരത്തെ നിയമനം നടത്തിയതെല്ലാം CM-ന്റെ അറിവോടെയായിരുന്നു. അന്ന് പാർട്ടി സെക്രട്ടറിയുടെ അറിവോടെയാണ് നിയമനം നടത്തിയത് എന്നുള്ളതാണ്. ഇപ്പോൾ EP ജയരാജന്റെ കേസിൽ വന്നത് ഒരു സ്വജനപക്ഷപാതത്തിന്റെ ഒരു പരിധിയിലായിട്ട് കാണുന്നുണ്ടോ? ഇത് മന്ത്രിസഭയുടെ പ്രതിച്ഛായയ്ക്ക് ക്ഷീണമാകുന്നു എന്നാണ് PS പറയുന്നത്. എന്താണ് പറയാനുള്ളതെന്ന് പറയാനാണ്. പിന്നെ പറയാം. അറിയാമല്ലോ, പിന്നെ പറയാമെന്ന് പറഞ്ഞാൽ പിന്നെ പറയും. കയറിപ്പോയപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഇറങ്ങി വന്നപ്പോൾ ഉത്തരം പറഞ്ഞു. നിയമന വിവാദങ്ങളൊക്കെ ഇതായ സമയത്ത് സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു എന്ന് പറയുന്നു. അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. എന്താണ് നേരത്തെ വേറെ എന്തെല്ലോ ചോദിച്ചല്ലോ. ശ്രീമതി ടീച്ചറിന്റെ ഫേസ്ബുക്ക് പാർട്ടി സെക്രട്ടറിയുടെ കൂടി അറിവോടെയാണ്, പാർട്ടിയുടെ അറിവോടെയാണ് ആ നിയമനം എന്നുള്ളതും. അത് ഞങ്ങളുടെ ഒരു സമ്പ്രദായം. സാധാരണ ഈ മന്ത്രിയുമായി ബന്ധപ്പെട്ട ഈ പേഴ്സണൽ സ്റ്റാഫിൻ്റെ നിയമനങ്ങളിൽ 3 പേരെ നിയമിക്കാൻ അതത് മന്ത്രിമാർക്ക് അവകാശം കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ CPM-ന്റെ സമ്പ്രദായമാണ് കേട്ടോ. അത് കണ്ണൂർ ലോബിയുടെ സമ്പ്രദായമാണ് എന്നൊന്നും വ്യാഖ്യാനിക്കാൻ നിൽക്കരുത്. CPM-ന്റെ സമ്പ്രദായമാണ്. സാധാരണ ഈ മന്ത്രിയുമായി ബന്ധപ്പെട്ട ഈ പേഴ്സണൽ സ്റ്റാഫിൻ്റെ നിയമനങ്ങളിൽ 3 പേരെ നിയമിക്കാൻ അതത് മന്ത്രിമാർക്ക് അവകാശം കൊടുക്കാറുണ്ട്. അതിലൊന്ന് 2 ഡ്രൈവർമാരിൽ ഒരാളെ, പിന്നെ വീട്ടിലുള്ള ഫോൺ എടുക്കൽ, അത് വീട്ടിനകവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു നിലയാണല്ലോ, അങ്ങനെയുള്ള ഒരാളെ, പിന്നെ വീട്ടിനകത്തുണ്ടാകേണ്ട കുക്ക്, ഈ 3 പേരെ മന്ത്രിക്കെടുക്കാം. ഇതാണ് ഞങ്ങളുടെ പൊതു നിലപാട്. അതായിരിക്കും ടീച്ചർ പറഞ്ഞിട്ടുണ്ടാകുക. അതിൽ ആരെ നിയമിക്കുന്നു എന്നത് പാർട്ടി തീരുമാനിക്കുന്നതല്ല, ബന്ധപ്പെട്ട മന്ത്രിയാണ് തീരുമാനിക്കുന്നത്. ടീച്ചറുമായി ബന്ധപ്പെട്ട ആ കാലത്തെ ആ പ്രശ്നത്തിൽ അവർ മകൻ്റെ ഭാര്യയെ നിശ്ചയിച്ചത് പാർട്ടിയോട് ആലോചിച്ചുകൊണ്ടായിരുന്നില്ല, പാർട്ടിയുടെ അറിവോടെയായിരുന്നില്ല. പാർട്ടി അറിയേണ്ട കാര്യമില്ല, അതാണ് യഥാർത്ഥ വസ്തുത. പിന്നീട് ഇത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇവരെ ഈ പറയുന്ന മകൻ്റെ ഭാര്യയ്ക്ക് ഒരു പ്രൊമോഷൻ കൊടുത്തു. അപ്പോഴാണ് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ശ്രീമതി ടീച്ചർ മകൻ്റെ ഭാര്യയെ കുക്കായി അടുക്കളയിൽ നിയമിക്കുന്ന കാര്യം പാർട്ടി അറിയേണ്ടതില്ലെങ്കിലും അവിടെ നിന്ന് സ്ഥാനക്കയറ്റം കൊടുക്കുമ്പോൾ പാർട്ടി അറിയണമല്ലോ. അത് അനുചിതമായ ഒരു കാര്യമായി കണ്ടുകൊണ്ട് അത് റദ്ദ് ചെയ്യുകയും ചെയ്തു. അതാണ് ടീച്ചർ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ ടീച്ചർ പറഞ്ഞത് ശ്രദ്ധിച്ചു. അത്രയും കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞിട്ട് തന്നെയുണ്ട്. അപ്പോൾ അതിനകത്ത് വേറെ ആശയക്കുഴപ്പത്തിൻ്റെ പ്രശ്നമില്ല. അതായത് പാർട്ടി അറിഞ്ഞുകൊണ്ടുള്ള നിയമനമല്ലത്. അത് ബന്ധപ്പെട്ട മന്ത്രിക്ക് നിയമിക്കാൻ അവകാശമുള്ള പോസ്റ്റിൽ അവർ നിയമിച്ചതാണ്. പക്ഷെ അവർക്ക് പ്രൊമോഷൻ കൊടുത്തപ്പോൾ അത് അനുചിതമായ നടപടിയായി. ആ ഘട്ടത്തിൽ നിയമനകാരി അടക്കം പരിശോധിച്ചപ്പോൾ നിയമനം റദ്ദ് ചെയ്യേണ്ടതാണ് എന്ന് പാർട്ടി തീരുമാനിച്ചു. ഇതാണ് ഉണ്ടായത്. അതന്ന് ടീച്ചറുടെ മരുമകളെ നിയമിച്ച കാര്യം ഒരു പ്രമോഷൻ വന്നപ്പോൾ റദ്ദായി. ഇപ്പോൾ ടീച്ചറുടെ മകനെ നിയമിച്ചപ്പോൾ തന്നെ റദ്ദായി. പക്ഷേ ഇതിൻ്റെ കോലാഹലം അടങ്ങിയിട്ടില്ല. ഒന്നോർത്താൽ ഇതിനൊന്നും കോലാഹലം ഉണ്ടാക്കേണ്ട ഒരാവശ്യവുമില്ല. ഒരു സംശയമില്ല, ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ ഗൗരവമുള്ള പ്രശ്നങ്ങളാണ്. ആ ഗൗരവമുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കൂട്ടായി ചർച്ച ചെയ്യും, ഉചിതമായ തീരുമാനം എടുക്കുകയും ചെയ്യും. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും എന്നുറപ്പുള്ളതിനാൽ പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് കാണിച്ചു തരാം. അപ്പോൾ പറഞ്ഞു വന്നത് പറഞ്ഞ വാക്കുകളെല്ലാം പാലിച്ചിട്ടുള്ള ഒരാളെക്കുറിച്ചാണല്ലോ. നമുക്കെല്ലാം ഒരു ഭൂതകാലം ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള കള്ളക്കഥകളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ഒരു വ്യക്തിയൊന്നുമല്ലല്ലോ ഞാൻ. സമീപ ഭൂതകാലത്ത് നേരിട്ട ഒരു കള്ളക്കഥയായിരുന്നുവല്ലോ തിരുവനന്തപുരത്ത് വെച്ച് യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കൊടി കാണിച്ചു എന്ന കള്ളക്കഥ. അത് യൂത്ത് കോൺഗ്രസ്സുകാരല്ലെന്നും
മാധ്യമങ്ങൾ വാടകയ്ക്കെടുത്തു കൊണ്ടുവന്ന വാടകക്കാരാണെന്നും പറഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസുകാരുടെ നിലപാട് ഇതായിരുന്നു. ഞങ്ങളൊരു കാര്യം പറയാം, ഞങ്ങളുടെ ആളുടെ എണ്ണം 5 ആണെങ്കിലും ആളുടെ എണ്ണം 3 ആണെങ്കിലും ചിലപ്പോൾ ഒരാളാണെങ്കിലും ഒരു സമരരംഗത്താണെങ്കിൽ അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളാണെങ്കിലും ഇനിയും ഞങ്ങൾ പ്രതിഷേധത്തിൻ്റെ രംഗത്ത് ഞങ്ങൾ നിൽക്കും. ഞങ്ങളെ വാടകക്കാരെന്ന് വിളിച്ച സമരക്കാരെ വാടകക്കാരെന്ന് വിളിച്ച മുഖ്യമന്ത്രിയുടെ നടപടി അങ്ങേയറ്റം തരം താഴ്ന്നതാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ കടമെടുക്കുന്നു. അത് പിണറായി വിജയന് ചേരുമായിരിക്കും, പക്ഷെ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ചേരില്ല. അനാവശ്യമായി ആരംഭിച്ച ഒരു സമരത്തിന്റെ ഭാഗമായി വന്ന കുറവുകൾ, അതാണ് ഇവരുടെ എല്ലാ നടപടികളിലും കാണാൻ നമുക്ക് സാധിക്കുന്നത്. അതിവിടെ എല്ലാവരുടെയും പ്രകടമാണ്. പക്ഷെ അത് കുറച്ച് ദിവസം തുടരുകയായിരിക്കും. അത് തുറന്നോട്ടെ, വേറെ അതിനകത്ത് മറ്റൊന്നും പറയാനില്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നത് നമുക്ക് വലിയ തോതിൽ ആക്ഷേപിക്കാനൊന്നും കഴിയുന്ന കാര്യമല്ല. അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്ന് മാത്രമേ പറയാനൂ. അത് അതിൻ്റെ വഴിക്ക് നടന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. മുഖ്യമന്ത്രി ഈ വേദിയിലേക്ക് വരുമ്പോൾ കരിങ്കൊടി കാണിച്ച ഒരു യൂത്ത് കോൺഗ്രസുകാരനെ അതാ ആ ആൾക്കൂട്ടത്തിനു നടുവിലെ പോലീസ് കൂട്ടത്തിന് നടുവിൽ കാണാം. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചാൽ ആക്ഷേപിക്കാൻ പറ്റില്ല എന്നാണ് കേട്ടോ നേരത്തെ പറഞ്ഞത്. കണ്ണൂർ കമ്മ്യൂണിസ്റ്റ് റിപ്പബ്ലിക് പോലുള്ള ഒരു സമഗ്രാധിപത്യ സംവിധാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചാൽ നടക്കാനുള്ളത് അതിൻ്റെ വഴിക്ക് നടക്കും എന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഇന്നത്തെ വ്യാഖ്യാനങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.